ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ ഇന്ന് റെഡ് റിബൺ മാരത്തോണിൽ പങ്കെടുക്കാൻ പോവാണ്. അപ്പം ജാൻവി മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജാൻവിയിലായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ ജില്ലയിലും സ്റ്റേറ്റിലും ഫസ്റ്റായി ഗോവയിൽ വെച്ച് നടന്ന നാഷണൽ മാരത്തോണിൽ പങ്കെടുക്കാനായി. അപ്പോൾ ഈ വർഷവും ജാൻവിന് ഫസ്റ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ. അങ്ങനെ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടാണ് ഈ മാരത്തോൺ നടക്കുന്നത്. ഈ ഒഫീഷ്യൽസ് കണ്ടില്ല, ഈ ഒഫീഷ്യൽസിൽ നമ്മളെ ട്രാൻസ്ജെൻഡർ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യൽസിൽ നമ്മളെ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ. അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ ജാനുവിന്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, മുന്നോട്ട് പോവാണ്. അപ്പോൾ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഈ 3 കാറ്റഗറിയിലും മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് സ്പോർട്സിലൊക്കെ ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ ഒരുപാട് ആളുകൾ കഴിവ് തെളിയിച്ച ആളുകളുണ്ട്. പക്ഷെ നമുക്ക് അവസരങ്ങളില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കാൻ, നമുക്ക് വരുന്ന അവസരങ്ങൾ അത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിലും പങ്കാളികളാവുക. അപ്പം നമുക്ക് കേരള സർക്കാരും അതുപോലെ തന്നെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായിട്ട് ആരോഗ്യവകുപ്പും എല്ലാം സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ഇവന്റ് ആണിത്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷം നമുക്ക് എന്താ പറയുക പങ്കെടുക്കാൻ പറ്റിയതിൽ. അപ്പൊ നസ്രിയ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വോയിസ് ചില നോയ്സ് ഉള്ളത് കൊണ്ട് എന്താ അത് കട്ട് ചെയ്തതാണ്. നസ്രിയ നമ്മളെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന വൈആർസി കെയറിലെ ഒരു മെമ്പറാണ്. അപ്പം നമ്മളെ മത്സരം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാറായി. നമ്മളെ കോഴിക്കോട് വെച്ചിട്ട് 7:30ക്കാണ് മത്സരം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മളുടെ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലെ SI ആണ് മത്സരം ഉദ്ഘാടനം ചെയ്യുന്നതും. അതുപോലെ തന്നെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥരും മറ്റും ഔദ്യോഗികമായിട്ടുള്ള ആളുകളൊക്കെ മത്സരത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നു, ഒഫീഷ്യലായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്പോർട്സ് കൌൺസിലിലെ പ്രതിനിധി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ മത്സരം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാറായി. വനിതാ, ട്രാൻസ്ജെൻഡർ, പുരുഷ വിഭാഗത്തിൽ നടത്തുന്ന മത്സരമാണ്. പലപ്പോഴും ഞങ്ങൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവസരങ്ങളില്ല അല്ലെങ്കിൽ കാറ്റഗറി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ, ഈ മാരത്തോണിൽ ഇപ്പൊ 2ാമത്തെ വർഷമാണ് നമ്മൾ കാണുന്നത് ട്രാൻസ്ജെൻഡർ കാറ്റഗറി. അപ്പൊ നമ്മളുടെ പുരുഷ വിഭാഗത്തിന്റെയും ട്രാൻസ്ജെൻഡർ കാറ്റഗറിയുടെ മത്സരം സ്റ്റാർട്ട് ചെയ്ത് നിരവധി മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിഭാഗത്തിലും മത്സരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല രീതിയിൽ തന്നെ മത്സരങ്ങൾ മുന്നോട്ട് പോയി. ഫസ്റ്റ് കിട്ടിയ വ്യക്തിയാണ് കേട്ടോ ഇത് നബീൽ ഒരു നല്ലൊരു പ്ലെയർ ആണ്. നബീലിനാണ് കഴിഞ്ഞ പ്രാവശ്യം നാഷണലിൽ പുരുഷ വിഭാഗത്തിൽ ഫസ്റ്റ് കിട്ടിയത്. 50,000 രൂപയായിരുന്നു അന്ന് ക്യാഷ് പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന വ്യക്തിക്കുള്ളത് 5,000 രൂപയും അതുപോലെ സർട്ടിഫിക്കറ്റും മറ്റുമാണ് ഫസ്റ്റ് കിട്ടുന്ന ആൾക്കുള്ളത്. അതുപോലെ തന്നെ തുടർന്ന് സ്റ്റേറ്റ് അതുപോലെ ഹൈദരാബാദിൽ തൊട്ട് മുന്നേ കാണിച്ച ആ കുട്ടിക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ മത്സരമൊക്കെ കഴിഞ്ഞ് ആള് വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്. അതായത് 5 കിലോമീറ്ററാണ് മത്സരം ഉണ്ടായിരുന്നത്. നാഷണൽസിലൊക്കെ 10 കിലോമീറ്ററാണ് മത്സരം ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് 5 കിലോമീറ്ററാണ്. ഇതാണ് പുരുഷ, വനിത, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഫസ്റ്റ് കിട്ടിയ ആളുകളാണ് അതുള്ളത്. അപ്പൊ അങ്ങനെ മത്സരം ഏകദേശം സമാപിച്ചു കഴിഞ്ഞു. അപ്പൊ വളരെയധികം